കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് മീനം രാശിയുടെ പുതുവർഷ ഫലമാണ്. 2025 ഫലമാണ്. മീനം രാശിയിൽ ഉള്ള നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ 4ാമത്തെ പാദം, പിന്നെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനം രാശിക്ക് ഇപ്പോൾ തന്നെ ഏഴശനിയാണ്. ഏഴശനി അപ്പോൾ നമ്മൾ 2025 തുടങ്ങുമ്പോഴും ഏഴശനിയാണ്. അത് കഴിഞ്ഞ് 2025 മാർച്ച് 29 ആകുമ്പോഴേക്കും ശനി ജന്മരാശിയിലേക്ക് മാറും. ജന്മരാശിയിൽ ചെല്ലുമ്പോൾ ശനിയുടെ ആ ദോഷഗതിക്ക് അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുക. ജന്മശനി എന്നാണ് പറയുക. അപ്പോൾ ജന്മശനിയും ഏഴശനിയും ഒരുമിച്ച് വരുന്നതിൻ്റെ ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വ്യാഴം 3-ലും പിന്നെ ശനി 12-ലുമാണ്. അപ്പോൾ ഈ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇതിൽ നിന്ന് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. 2025 മാർച്ച് 29-നാണ് ശനി ജന്മരാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ ജന്മരാശിയും ഏഴശനി എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഏഴശനിയിൽ ആധിക്യം കുറച്ച് കൂടിയ സമയമായിരിക്കും. കാരണം ജന്മശനിയും ഏഴശനിയും എന്ന 2 അവസ്ഥകളാണ് വരുന്നത് ശനിയുടെ സ്ഥിതി കൊണ്ട്. അത് കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ 2025 മെയ്യിൽ വ്യാഴം സ്ഥാനം മാറുന്നുണ്ട്. എങ്കിലും അനുകൂല ഫലങ്ങളൊന്നും കാര്യമായി ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ശനിയുടെ ഈ ആധിക്യം, ഈ ദോഷഫലങ്ങൾ കുറയ്ക്കാനായി 3 കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. നവഗ്രഹ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ശനിക്ക് പ്രത്യേക വഴിപാടുകൾ ചെയ്യുക, ശനീശ്വര പൂജ ചെയ്യുക. പിന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യാം, ശിവന് വഴിപാടുകൾ നടത്താം, കൂവളമാല, ജലധാര ഇതൊക്കെ ചെയ്യണം. പിന്നെ ചെയ്യാവുന്നത് ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക. ഇത് മാസത്തിൽ 1-2 ശനിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ശനിയുടെ ആധിക്യം കുറയും. അതുകൂടാതെ ഭഗവാനായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നതിനായി വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക, ഗുരുവായൂർ സന്ദർശനം നടത്തുക. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ദോഷഫലവും മാറിപ്പോവാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഭഗവാനെ ഉപാസിച്ച് കഴിയുക. ഇതാണ് മീനം രാശിക്കാരോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.